അല്ലേ അനീഷിൻ്റെ തുപ്പലിന് വരെ ഇവിടെ കോണ്ടന്റ് ആണ്. അനീഷിനെ തുപ്പലിനെ പോലും വെറുതെ വിടാൻ കഴിയാത്ത ആൾക്കാരാണ് ബിഗ് ബോസ് സീസൺ 7 ഇത്തവണ വന്നിരിക്കുന്നത്. ഒരു കോമണറാണ് അനീഷ് എന്ന് പറയുന്നത്. വന്ന അന്ന് തൊട്ട് ഇവരെയൊക്കെ ചൊറിഞ്ഞ് ഒരു കോണ്ടന്റ് ഉണ്ടാക്കി ഇപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു, ഒരു ചുഴി പോലെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചുഴിയല്ല, ഒരു ചാണകക്കുഴി പോലെയാണ്. എല്ലാണത്തിനെയും കൂടെ അതിൽ പിടിച്ചിടുന്നുണ്ട്. അതിനകത്ത് അനീഷ് സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ആ ഒരു മൈക്രോവേവ് ഓവന് ശേഷം ഉണ്ടായ ഒരു വലിയ അടിയുണ്ട്. പക്ഷേ അത് ഞാൻ പറയുകയാണെങ്കിൽ അതിൽ ഷാനവാസ് നന്നായിട്ട് പ്ലേ ചെയ്തോ അതോ ഷാനവാസ് ഒരു നല്ല പിള്ള ചമയുവാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഷാനവാസിനെ കുറിച്ച് വന്നിട്ടുള്ള വലിയൊരു പരാതി എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള മറ്റുള്ളവന്മാരൊക്കെ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന വെറും പാവയാണ് എന്ന രീതിയിലും ഞാൻ കേട്ടു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നലത്തെ പണിപ്പുര ടാസ്ക് മുതൽ ഷാനവാസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഷാനവാസ് വളരെ സീരിയസ് ആയിട്ട് ബിഗ് ബോസിനെ എടുത്തു തുടങ്ങി. പക്ഷേ അക്ബറും അപ്പാനിയും എന്താണ് ചെയ്യുന്നത്? ഇന്നലത്തെ പണിപ്പുര ടാസ്കിനകത്തും അപ്പാനി അവിടെ കിടന്ന് ഇല്ല ഞാനിത് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയിട്ടാണ് ആ ടാസ്ക് പൊളിഞ്ഞു പോയത്. ഷാനവാസ് എന്തിനാണ് പേഴ്സണലി അനീഷിനോട് ഗ്രിഡ്ജസ് വെക്കേണ്ടത്? അങ്ങനെ വെച്ചിട്ടില്ല. ഇന്നത്തതിനകത്ത് ഈ പറയുന്ന ഗോതമ്പ് ദോശ, ആ ഗോതമ്പ് ദോശയുടെ മാവ് കലക്കുന്ന കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് ഇത് ഗോതമ്പ് ദോശയാവോ, ഇത് എന്തായി തീരും എന്ന് ഒരു ഡൗട്ട് തോന്നി. ആപ്പിളൊക്കെ വെച്ചിട്ടാണ് ആ ഗോതമ്പ് ദോശയൊക്കെ സെറ്റ് ചെയ്തെടുത്തത്. അപ്പം അവിടെ ബിന്നി പറയുന്നുണ്ട്, ബിന്നിയും ഒന്നിയിലും ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച കിച്ചണിലിരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഈ ഒരു രീതി പോവുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. കാരണം അനീഷും ആര്യനും അക്ബറും സരികയും എല്ലാവരും കൂടെ ജിസേലും കൂടെ ഒക്കെ ആയിട്ട് ആ അടുക്കള മൊത്തം ഇങ്ങനെ സംസാരിച്ച് അപ്പൊ ഇത് ഇത് കണ്ട് ദൂരെ ഇങ്ങനെ ഇരിക്കുന്ന ഷാനവാസും ഒനിയിലും എല്ലാം കൂടെ ആ അനീഷ് അവിടെ എന്നിട്ട് സംസാരിച്ച് തുപ്പലല്ല അതിനകത്ത് തെറിപ്പിക്കുകയാണ്. അനീഷിന്റെ തുപ്പലാണ് അത് മൊത്തം എന്നിങ്ങനെ ഒനിയിൽ പറഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്കും ഇതിന്റെ കൂടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് വേറൊന്നുമല്ല, ഈ തുപ്പലിന്റെ കാര്യം നമുക്ക് വിടാം. കാരണം അനീഷിന്റെ തുപ്പൽ എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കി എല്ലാവരും സംസാരിക്കുന്നുണ്ട്, എന്തിനാണ് അനീഷിന്റെ തുപ്പലിന്റെ പറയെ പോകുന്നത്? അപ്പോൾ അവിടെ ഇരുന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഒനിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു 40 പേർക്കുള്ള 40 ദോശ എന്തായാലും ചെയ്യേണ്ടി വരും. 40 ദോശ എങ്കിലും നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം മൊത്തത്തിൽ അവരൊരു 18 പേരോളം ഉണ്ട്. അപ്പോൾ ഒരു 40 ദോശയെങ്കിലും സെറ്റ് ചെയ്യണം. ഇപ്പം ഇങ്ങനെ മട്ടിൽ പോവുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇവർ കഴിക്കുന്നത്? ഇപ്പം തന്നെ 10 മണിയായി, നമുക്കിതൊന്നും കഴിക്കാൻ കിട്ടിയിട്ടില്ല, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടില്ല എന്നൊരു പരാതി അവിടെ ഓക്കെ, അതൊരു പോയിന്റാണ്. അപ്പം നമ്മുടെ ഷാനവാസ് ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, അവിടെ പോയി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നാൽ ഈ പരിപാടി നടക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കിട്ടണം. അതിന് വേണ്ടിയിട്ട് അന്നേരം ഷാനവാസ് ക്യാപ്റ്റൻ ആണല്ലോ, ഷാനവാസ് പോയി അതെ ഈ കിച്ചൺ ടീമിനകത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല, ചുമ്മാ തുപ്പലൊക്കെ തെറിപ്പിക്കുന്നു, അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും അക്ബറും എല്ലാവരും കൂടെ അങ്ങ് സെറ്റായി. ഉടനെ അക്ബർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, അത് ഞങ്ങൾ ടീമായിട്ട് തീരുമാനിച്ചോളാം, ചോദിക്കാനും പറയാനും നിങ്ങൾ വരണ്ടാന്ന്. ഷാനവാസ് ക്യാപ്റ്റനാണ്. കഴിഞ്ഞ ആഴ്ച അനീഷ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ ഇമാതിരിയൊന്നും ആരും അനീഷിനോട് സംസാരിക്കാൻ പോയില്ലല്ലോ. പിന്നെ എന്തിനാണ് ഷാനവാസിനെ അറ്റാക്ക് ചെയ്യുന്നത്? അക്ബറിനും അതുപോലെ അപ്പാനിക്കും അനീഷിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് ഇനി ഷാനവാസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ ആഴ്ചയിലും ഈ പ്ലാനൊക്കെ കണ്ടതാണ്. പ്ലാൻ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ആ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു മര്യാദ എന്തായാലും അതൊരു ടാസ്ക്കാണ്. ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് നിൽക്കുക എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. അതങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, അതും ഒരു ടാസ്ക്കാണ്, സ്ട്രാറ്റജിയാണ്. പക്ഷെ ഏതായാലും ശരി, ഇന്നത്തെ ദിവസം ഈ ഒരു അടുക്കള പ്രശ്നം അതിൽ ഷാനവാസ് നല്ലൊരു പ്ലേ ആണ് ചെയ്തത്. ഷാനവാസ് മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പാനിയും അക്ബറും ഒക്കെ വെറും ലൂസ് ടോക്സ് ആണ് അവിടെ നടത്തുന്നത്. അപ്പം അനീഷിന്റെ തുപ്പലിൽ തുടങ്ങിയ കഥ ഇനി അടുത്ത എന്ത് പ്രശ്നത്തിലെത്തുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ സീരിയൽ ഗ്രാമർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നന്നായിട്ടിരുന്ന് കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.